ഗൂഗിൾ എന്ന ലോകോത്തര കമ്പനിയുടെ തുടക്കം ഒരു സാധാരണ സ്റ്റാർട്ടപ്പ് പോലെയായിരുന്നു. 2 വിദ്യാർത്ഥികളുടെ ഒരു ഗവേഷണ പ്രോജക്റ്റിൽ നിന്ന് ലോകത്തെ മാറ്റിമറിച്ച ഒരു വലിയ സാമ്രാജ്യമായി അത് വളർന്നു. 1996-ൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥികളായിരുന്ന ലാറി പേജും സെർജി ബ്രിനും ചേർന്നാണ് ഗൂഗിളിന് തുടക്കമിട്ടത്. ഇന്റർനെറ്റിലെ വെബ്സൈറ്റുകളെ കൂടുതൽ ഫലപ്രദമായി ക്രമീകരിക്കാനും തിരയാനുമുള്ള ഒരു പുതിയ അൽഗോരിതം വികസിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഗവേഷണ വിഷയം. അന്നത്തെ സെർച്ച് എഞ്ചിനുകൾ വെബ്സൈറ്റുകളിൽ വാക്കുകൾ എത്ര തവണ ആവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഫലങ്ങൾ നൽകിയിരുന്നത്. എന്നാൽ ലാറിയും സെർജിയും പേജ്റാങ്ക് എന്ന പേരിൽ ഒരു പുതിയ ആശയം മുന്നോട്ടുവച്ചു. ഒരു വെബ്സൈറ്റിന്റെ പ്രാധാന്യം അതിലേക്ക് ലിങ്ക് ചെയ്യുന്ന മറ്റ് വെബ്സൈറ്റുകളുടെ എണ്ണത്തെയും ഗുണനിലവാരത്തെയും ആശ്രയിച്ചിരിക്കും എന്നതായിരുന്നു ഈ ആശയം. അവരുടെ ഈ പ്രോജക്റ്റിന് അവർ നൽകിയ പേര് ബാക്ക്റബ് എന്നായിരുന്നു. കാരണം ഇത് വെബ്സൈറ്റുകളിലെ ബാക്ക്ലിങ്കുകൾ വിശകലനം ചെയ്യുന്നതിലൂടെയാണ് പ്രവർത്തിച്ചത്. ഈ ആശയം സ്റ്റാൻഫോർഡിൽ വലിയ തരംഗമുണ്ടാക്കി. ഗൂഗിൾ എന്ന ഗണിതശാസ്ത്രപരമായ പദത്തിൽ നിന്നാണ് ഗൂഗിൾ എന്ന പേര് വന്നത്. ഇത് ഒന്നിനു ശേഷം 100 പൂജ്യങ്ങൾ വരുന്ന ഒരു വലിയ സംഖ്യയെ സൂചിപ്പിക്കുന്നു. ഇന്റർനെറ്റിലെ വലിയ അളവിലുള്ള വിവരങ്ങൾ ക്രമീകരിക്കുക എന്ന അവരുടെ ലക്ഷ്യത്തെ ഇത് പ്രതിഫലിപ്പിച്ചു. എന്നാൽ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പിശക് സംഭവിച്ച് അത് ഗൂഗിൾ എന്നായി മാറുകയായിരുന്നു. പിന്നീട് ആ പേര് തന്നെ നിലനിർത്താൻ ലാറിയും സെർജിയും തീരുമാനിച്ചു. 1997 സെപ്റ്റംബർ 27-ന് google.com-ലേക്കുള്ള ലിങ്ക് എന്ന ഡൊമെയിൻ നാമം അവർ രജിസ്റ്റർ ചെയ്തു. ഒരു ഗാരേജിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിലേക്ക്. അവരുടെ പ്രോജക്റ്റ് വിജയകരമായി മുന്നോട്ടു പോയപ്പോൾ അവർ സ്റ്റാൻഫോർഡിലെ PhD പഠനം താൽക്കാലികമായി നിർത്തിവെച്ച് ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. 1998 സെപ്റ്റംബർ 4-ന് കാലിഫോർണിയയിലെ മെൻലോ പാർക്കിൽ യൂട്യൂബിന്റെ മുൻ CEO സൂസൻ വോജിക്കിയുടെ ഗാരേജ് പ്രതിമാസം $1700 വാടകയ്ക്കെടുത്ത് അവർ ഗൂഗിളിന് തുടക്കം കുറിച്ചു. അതായിരുന്നു ഗൂഗിളിന്റെ ആദ്യ ഓഫീസ്. തുടക്കത്തിൽ വളരെ കുറഞ്ഞ ജീവനക്കാരും പരിമിതമായ സൗകര്യങ്ങളുമായാണ് ഗൂഗിൾ പ്രവർത്തിച്ചത്. അവരുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ലളിതമായിരുന്നെങ്കിലും അതിന്റെ ഫലപ്രാപ്തി കാരണം പെട്ടെന്ന് ജനശ്രദ്ധ നേടി. നിക്ഷേപകരെയും സാങ്കേതിക വിദ്യയിൽ താൽപ്പര്യമുള്ളവരെയും ഇത് ആകർഷിച്ചു. ഒരു വർഷത്തിനുള്ളിൽ അവർ കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിലേക്ക് കമ്പനി മാറ്റി. വളർച്ചയുടെ പടവുകൾ. തുടർന്ന് അങ്ങോട്ട് ഗൂഗിളിന്റെ വളർച്ച ചരിത്രമായിരുന്നു. സെർച്ച് എഞ്ചിനിൽ മാത്രമൊതുങ്ങാതെ ജിമെയിൽ, ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഗൂഗിൾ പുറത്തിറക്കി. ഓരോ ഉൽപ്പന്നവും ഇന്റർനെറ്റ് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ഗൂഗിൾ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ വിപണിയുടെ 90% നിയന്ത്രിക്കുന്നത് ഗൂഗിളാണ്.